ജോർജറ്റിലെ ബനാറസി വീവിങ് ചെയ്ത സൽവാർ സെറ്റിൻ്റെ കളക്ഷൻ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. നമ്മൾ 2 കളേഴ്സിലാണ് ഇന്നലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തത്. നമ്മൾ ഇന്ന് കുറച്ചും കൂടെ കളേഴ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ഡിസൈനിലാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കിയേക്കുന്നത്. റേറ്റ് വന്നേക്കുന്നത് സെയിം റേറ്റ് തന്നെ 2695 ആണ് വന്നേക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നേക്കുന്ന കളേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് നല്ലൊരു വൈൻ ടോൺ വരും. ഇങ്ങനെയാട്ടോ ഈ ഒരു സൽവാറിൻ്റെ പാറ്റേൺ വന്നേക്കുന്നത്. നമ്മൾ ഇന്നലെ കണ്ടതിലും കുറച്ച് ഡിസൈനിലും ഡിഫറൻസ് ഉണ്ട്. പിന്നെ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ടോൺ വരുന്നുണ്ട്. നല്ല കുഞ്ഞു കുഞ്ഞു ഡിസൈനാണ് ഇതിൽ ചെയ്തേക്കുന്നത്. ക്ലോസർ ലുക്ക് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ സാൻറ്റൂൺ സിൽക്കിൻ്റെ ബോട്ടിൽ ഗ്രീൻ കളറുള്ള ബോട്ടും ദുപ്പട്ട തന്നെ നല്ല ക്രേപ്പ് ജോർജറ്റിലാണ് ദുപ്പട്ട വന്നേക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്ന ഷെയ്ഡ്സ് റാണി പിങ്ക് ടോൺ വരുന്നുണ്ട്, റെഡ് കളർ വരുന്നുണ്ട്, പിന്നെ നമുക്ക് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്, യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്, മസ്റ്റർഡ് യെല്ലോ ടോൺ വരുന്നുണ്ട്, നേവി ബ്ലൂ, പിന്നെ വന്നേക്കുന്നത് നല്ലൊരു ക്രീം കളറാണ്. ഇത്രയും ഷെയ്ഡ്സാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കളക്ഷൻ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം. നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആയിട്ടാണ് ഈ സൽവാർ സെറ്റ് നമുക്ക് വന്നേക്കുന്നത്. നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്റ്റ് ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റാണ്. നല്ല ക്രേപ്പ് ജോർജറ്റ് ഫാബ്രിക്കിലാണ് ഇത് വന്നേക്കുന്നത്. നമുക്ക് ആ ഫാബ്രിക് വരുമ്പോൾ അറിയാം, അതിൻ്റെ ഒരു ബേസ് സ്റ്റോൺ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതുപോലെ ഫ്രണ്ട് സൈഡും ബാക്ക് പോർഷനും നമുക്ക് സെയിം ഈ ഒരു വീവിങ് പാറ്റേൺ ആണ്. അത് ചെറിയ ചെറിയ വീവിങ് പാറ്റേൺ ആണ് ടോപ്പ് ഫുള്ളായിട്ടും ചെയ്തേക്കുന്നത്. സിമ്പിളായിട്ടാണ് നമുക്ക് ആ ഒരു ടോപ്പ് വരുന്നത്. ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടം. ദുപ്പട്ട നമ്മൾ ഇന്നലെ കണ്ട പോലെ തന്നെ അത് നല്ല വീതിക്കൊരു ബോർഡർ പാറ്റേൺ വരുന്നുണ്ട്. എന്നിട്ട് ഉള്ളിലൊക്കെ ചെറിയൊരു ലീഫിൻ്റെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ ഒരു ലീഫ് ഡിസൈൻ വന്നിട്ടുണ്ട്. അത് ഫുള്ളായിട്ടും വീവ് ചെയ്തേക്കുവാണ്. അതുപോലെ ദുപ്പട്ടയുടെ എൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് നല്ല വീതിക്ക് തന്നെയാണ് നമുക്ക് ആ ഒരു ബനാറസി വീവിങ് വന്നിട്ട് എൻഡിൽ ചെറിയ ചെറിയ ടാസിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. ഓവറോൾ ഇങ്ങനെയാണ് ദുപ്പട്ട ഫുള്ളായിട്ട് നമുക്ക് വന്നേക്കുന്നത്. ടോപ്പും ദുപ്പട്ടയും നമുക്ക് 2.5 മീറ്ററാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. ടോപ്പ് ഫാബ്രിക് നമുക്ക് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൽ വരുന്നത്. 2.5 മീറ്റർ മിച്ചം നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഫാബ്രിക്കാണ്. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഒതുങ്ങിയായിരിക്കും ഈ ഒരു ടോപ്പിൻ്റെ ഫാബ്രിക് വന്നേക്കുന്നത്. ദുപ്പട്ടയും സെയിം ഫാബ്രിക് തന്നെ ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെ ദുപ്പട്ട പാറ്റേൺ ഇങ്ങനെയാണ്. ദുപ്പട്ടയുടെ പാറ്റേൺ ഓവറോൾ ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ നമുക്ക് വന്നത്. നമ്മൾ സാരിയിലൊക്കെ കാണുന്ന ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. ബോട്ടം വരുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലുള്ള ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. നമുക്കിതിൻ്റെ ടോപ്പ് പോലെ തന്നെ ദുപ്പട്ടയും നല്ല ലെങ്ത്തിലാണ് വന്നേക്കുന്നത്. കണ്ടോ, ബാക്ക് സൈഡ് നോക്കുമ്പോൾ നല്ല ലെങ്ത് ആൻഡ് വിഡ്ത്തിലാണ് ദുപ്പട്ടയും വരുന്നത്. ഈ സെയിം നമുക്ക് നല്ലൊരു റാണി പിങ്ക് ടോണിലാണ് ഈ സൽവാർ സെറ്റ് വരുന്നത്. ഇത് നമുക്ക് നല്ലൊരു ചില്ലി റെഡ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. സെയിം പാറ്റേൺ നമുക്ക് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ് ഈ സൽവാർ സെറ്റ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു മസ്റ്റർഡ് യെല്ലോ ടോണിലാണ് ഈ സൽവാർ സെറ്റ് നമുക്ക് വരുന്നത്. ഈ സൽവാറിൻ്റെ എല്ലാ ഷെയ്ഡും നല്ല രസമായിട്ടാണ് വന്നേക്കുന്നത്. ഇത് നമുക്ക് വരുമ്പോഴത്തേക്ക് നല്ല ഡാർക്ക് ആയിട്ടുള്ള നേവി ബ്ലൂ ടോണിലാണ് വരുന്നത്. ഇത് നമുക്ക് വരുമ്പോൾ നല്ല ഭംഗിയായിട്ടുള്ളൊരു ക്രീം ഷെയ്ഡിലാണ് വന്നേക്കുന്നത്.